പി ജയരാജൻ പറഞ്ഞിട്ടാണെന്നാണ് വന്ന ആൾ പറഞ്ഞത്. അതിൽ എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് ഞാൻ അതിന്റെ പുറകെ പോയാലേ അന്വേഷിക്കാൻ പറ്റുള്ളൂ. അത് അന്വേഷിച്ചിരുന്നില്ല. കാര്യം അയാളുടെ ഒരു പേര് മാത്രമേ കിട്ടിയുള്ളൂ, പ്രശാന്ത് എന്ന് പറഞ്ഞിട്ട്. അത് വെച്ചിട്ട് എനിക്കൊരു ഏത് ലൊക്കാലിറ്റിയിലാണ് അയാളെന്ന് പറയാൻ അറിയില്ല. പി ജയരാജൻ പറഞ്ഞിട്ടാണ് വരുന്നത്. ഒരു 10 കോടി രൂപ തരാം എന്ന് പറഞ്ഞാണ് സംസാരിച്ചത്. അന്ന് മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾ സംസാരിക്കണം, അതായത് സോളാറിൽ നടന്ന കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് സംസാരിച്ചത്. ചാണ്ടി ഉമ്മൻ ഗണേഷ് കുമാർ പോര് മുറുകിക്കൊണ്ടിരിക്കുമ്പോൾ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സോളാർ സരിത വിവാദം വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ്. ചില വെളിപ്പെടുത്തലുകളും ഇപ്പോൾ ഇതിനോടൊപ്പം ചർച്ചയാകുന്നു. CPM നേതാക്കൾ തനിക്ക് കോടികൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തതടക്കമുള്ള സരിതയുടെ വെളിപ്പെടുത്തലുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട്. സോളാർ നായികയെ ആയുധമാക്കിക്കൊണ്ട് ഉമ്മൻചാണ്ടിയെ കുടുക്കിയത് പിണറായി വിജയൻ അടങ്ങുന്ന CPMന്റെ ഗൂഢാലോചനയായിരുന്നു എന്നതിന് തെളിവുകളേറെയാണ്. സരിത നായർ തന്നെ പലപ്പോഴും ഇക്കാര്യങ്ങൾ പരോക്ഷമായി പറഞ്ഞിട്ടുമുണ്ട്. സോളാർ കമ്മീഷന്റെ അധികാര പരിധി ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയെ സമീപിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞിട്ടാണ് എന്ന വെളിപ്പെടുത്തലും സരിത നടത്തിയിട്ടുണ്ട്. പി ജയരാജൻ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രശാന്ത് എന്നൊരാൾ തനിക്ക് 10 കോടി രൂപ വാഗ്ദാനം ചെയ്തുവെന്ന് സരിത വെളിപ്പെടുത്തിയിരുന്നു. പിണറായിക്ക് വേണ്ടിയായിരുന്നു അതേയെന്നും സരിത പറയുകയുണ്ടായി. കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പരിചയപ്പെടുത്തിയ പ്രശാന്ത് കമ്മീഷന് മുന്നിൽ വസ്തുതകൾ വെളിപ്പെടുത്താൻ പണം വാഗ്ദാനം ചെയ്തുവെന്നും പി പറഞ്ഞിട്ടാണ് താൻ സരിതയെ സമീപിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു സരിത നേരത്തെ വെളിപ്പെടുത്തൽ നടത്തിയത്. സോളാർ കമ്മീഷൻ വിചാരണയ്ക്ക് ശേഷവും സരിത ഇക്കാര്യം ആവർത്തിക്കുകയുണ്ടായി. എന്നാൽ പിന്നീട് സരിത ഈ നിലപാടിൽ നിന്നും മലക്കം മറിഞ്ഞു. ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടാണ് ഇത്തരത്തിൽ പറഞ്ഞത് എന്നാണ് പിന്നെ സരിത പറഞ്ഞത്. തന്നെ സമീപിച്ചയാളെ അന്നേ തന്നെ വിശ്വാസം തോന്നിയിരുന്നില്ല എന്നും, എന്നാൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം താൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പി ജയരാജനെതിരെ വെളിപ്പെടുത്തൽ നടത്തുകയായിരുന്നുവെന്നുമായിരുന്നു സരിത പിന്നീട് പറഞ്ഞത്. സോളാർ കേസുമായി ബന്ധപ്പെട്ട് താൻ സരിതയെയോ സരിതയുടെ അഭിഭാഷകനെയോ സമീപിച്ചിട്ടില്ല എന്ന് പി ജയരാജനും വ്യക്തമാക്കിയിരുന്നു. അതേസമയം സരിത എസ് നായരെ സ്വാധീനിക്കാൻ താൻ ശ്രമിച്ചു എന്ന് ആരോപണം ഉന്നയിച്ച MM ഹസനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പി ജയരാജൻ അന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് ഒന്നും നടന്നില്ല എന്നതിൽ നിന്ന് തന്നെ ഈ വിഷയം കൃത്യമാണ്. എന്നാൽ പിന്നീട് പലപ്പോഴായി സരിത നായർ പിണറായിക്കെതിരെ പല സൂചനകളും പുറത്തുവിടുകയുണ്ടായി. അതിന്റെ പല ഓഡിയോ ക്ലിപ്പുകളും ക്രൈം തന്നെ പുറത്തുവിട്ടിട്ടുമുണ്ട്. പിണറായി സപ്പോർട്ട് ഇല്ലാത്തതല്ലേ നമ്മളിങ്ങനെ ജീവിച്ചിരിക്കുന്നേ. നമുക്ക് ചേച്ചി വാർത്ത വായിക്കുമ്പോൾ മനസ്സിലാവുന്നില്ലേ? ഞാനൊരു കാര്യം ചോദിക്കുന്നുള്ളൂ. പിണറായി എന്നെ സപ്പോർട്ട് അല്ലെങ്കിൽ ഇന്നലെ എന്താ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞേ? ഇന്നലെ എന്താ കോടതിയിൽ കൊടുത്തേ? എഴുതാവര് പൊളിറ്റീഷ്യൻസ് ആണ്. ഈ പറയുന്നതൊക്കെ നമ്മൾ തമ്മിൽ പറയാം. വാക്കെന്ന് പറഞ്ഞാൽ അവിടോട്ട് പോയാൽ നീ പോ നിന്റെ പാട്ടെന്നു പറയും. എന്നാ പിടിച്ചോ മോത്തെറിയുന്ന പോലെ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ സകല വാതിലും കൊട്ടിയടയ്ക്കും. നമുക്കവരെ സോപ്പിട്ടേ നിൽക്കാൻ പറ്റും. നമ്മൾ രണ്ടുപേരും കൂടെ പറയും. നമ്മൾ ഈ ഉദ്യോഗസ്ഥരും നമ്മുടെ അടുത്ത് ഇത് സംസാരിക്കും. അവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വേറൊരു ലെവലാണ്. ട്രിക്സ് ആണ് അവർക്ക്. മനസ്സിലാണോ? തന്ത്രം. ആ തന്ത്രത്തിനൊന്നും പറഞ്ഞിട്ട് നമുക്ക് എതിര് പറഞ്ഞ് സംസാരിച്ച് ജയിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മളവരെ സ്നേഹിച്ച് നിന്നിട്ടേ കാര്യം സാധിക്കാം. എതിരാ അയാൾ പറഞ്ഞ തോന്നിയ ചേച്ചി കേട്ടില്ലേ? ഒന്ന് കളിക്കാൻ പറ്റുമോന്ന് അങ്ങനെ ചോദിച്ചാൽ ചേച്ചി എന്താ ചെയ്യും? ചെരുപ്പൂരി അടിക്കുവോ? അത് നിന്റെ അങ്ങനെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് പോലീസും CM നേരത്തെ അറിഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോകുന്നതെന്നും കൂടെ മനസ്സിലാക്കിക്കോ. അത് ചേച്ചിക്ക് അറിയാമോ? അതിന് പോകുമ്പോ ഞാനല്ലെങ്കിൽ റെക്കോർഡ് എന്തിനു യൂസ് ചെയ്യണം? വിശ്വസിച്ച് വിളിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് എന്റെ മനസ്സിനകത്ത് ബോധമുണ്ടെങ്കിൽ, അയാൾ വിളിക്കുന്നത് തന്ത്രപരമായ കാര്യങ്ങൾക്കല്ലാന്ന് ബോധമുണ്ടെങ്കിൽ ഞാൻ എന്തിനു പോകണം? റെക്കോർഡ് ചെയ്തത്. അതുകൊണ്ട് അയാൾ എന്റെ അടുത്ത് ചോദിച്ച ആ വാക്കുകളും അതിനകത്ത് വന്നു. ഒന്ന് കളിക്കാൻ പറ്റുമോ? ഇപ്പൊ കളിക്കാൻ പറ്റുമോ? അല്ലെ കൈ പിടിച്ച് കളയാമോ? കേട്ടായിരുന്നോ? അല്ലെ കൈ പിടിച്ചൊന്ന് കളയാൻ പറഞ്ഞു കേട്ടോ. കഴിഞ്ഞിട്ട് ചേച്ചി എന്നെ ഫോൺ ചെയ്തിട്ട് ഈ മരമാത്രി പറഞ്ഞ എന്താണെന്ന് അറിയാമോ? നിന്റെ കാലിന് സുഖമില്ലായിരുന്നല്ലോ, നിന്റെ കാലകത്തി വെക്കാനൊക്കെ പറ്റുമോ? ഒന്ന് കയറി ചെയ്യാൻ തോന്നുന്നു കേട്ടോ. അവൻ എന്റെ അടുത്ത് ഫോണിൽ പറഞ്ഞതാ. ഇതൊക്കെ ആര് കേട്ടതാണ്? CM ഉൾപ്പെടെയുള്ള പോലീസുകാർ ഉൾപ്പെടെയുള്ള എല്ലാവരും കേട്ടതാണ്. അപ്പൊ ഒരു പെൺ ഒറ്റയ്ക്ക് താമസിച്ച ഇവന്റെയൊക്കെ സ്വഭാവം ഇതാണെന്നല്ലേ പറയുന്നത്? ആണോ? എന്താ വാർത്താ സമ്മേളനം നടത്താത്തത് PC ജോർജ്? ഇപ്പം മിനിറ്റിന് വാർത്താ സമ്മേളനം വിളിക്കുമായിരുന്നു PC ജോർജ്. ഇപ്പൊ PC ജോർജ് എവിടെ പോയി? ഞാൻ ആ വയറിൽ പിടിച്ച തള്ളിയത് അയാളെ എന്റെ അടുത്തോട്ട് വന്നതിന്. ഞാൻ ആ വയറിൽ എന്റെ കൈ വെച്ച് ഒരൊറ്റ തള്ളു പുറകോട്ട്. പിന്നെ എന്താ വേണ്ടേ? ആരോഗ്യമല്ല, അത് മനസ്സിന്റെ ധൈര്യമാണ് ശരിക്കും പറഞ്ഞാൽ.
എനിക്ക് അപ്പം എന്റെ ഇപ്പോഴത്തെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇയാൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് അറിയണമായിരുന്നു കള്ളക്കളി. അതാണ് എന്നെ ഗവൺമെന്റ് ഏൽപ്പിച്ച ദൗത്യം.